ഇന്നത്തെ ചായക്കുള്ള കടി എന്താണെന്നറിയോ? വറവ് പുട്ടാണേ, വറവ് പുട്ട്. അപ്പം അതിന് വേണ്ടത് നമുക്ക് പുട്ടും പൊടി, 1/2 ഗ്ലാസ് പുട്ടും പൊടി, ഒരു 5-6 ചെറുള്ളി, ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് നെയ്യ്, ഫ്ലേവറിന് വേണ്ടി കുറച്ച് നെയ്യ്, അതിനൊപ്പം തന്നെ വെളിച്ചെണ്ണ, 2 സ്പൂൺ പഞ്ചസാര, പിന്നെ കുറച്ച് ഉപ്പും വെള്ളവും വേണം, സാധാ വെള്ളവും വേണം. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം കേട്ടോ. പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ആദ്യം പുട്ടുപൊടി നമുക്ക് നനച്ച് വയ്ക്കാം. ഉപ്പും കേട്ടോ, ഉപ്പുനീരും വെള്ളം. അടുത്ത് നമുക്ക് അതിന് വേണ്ട ചെറുള്ളി കേട്ടോ, കുറച്ച് മതി ചെറുള്ളി. 1/2 ഗ്ലാസ് പുട്ടുപൊടിയല്ലേ ഉള്ളൂ, അപ്പം അതിനനുസരിച്ച് കറിവേപ്പില ഒക്കെ കഴുകിയിട്ട് കേട്ടോ. 5 ചെറുള്ളി, തണ്ട് കറിവേപ്പില, ചെറുതാക്കി നമുക്ക് ചെറുള്ളി അരിയാം കേട്ടോ. ചെറുള്ളി ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് തേങ്ങ ചതയ്ക്കുക, ഒന്ന് കറക്കിയെടുക്കണം. പൊട്ടത്തേങ്ങയാണ്, നമുക്കൊക്കെ ഇങ്ങനെ ഈ രൂപത്തിൽ തേങ്ങ കേട്ടോ. നമ്മുടെ തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വറവിട്ട് നമ്മൾ തയ്യാറാക്കുകയാണ്. പിന്നെ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കേട്ടോ, ചെറുള്ളി കേട്ടോ, കറിവേപ്പില, അപ്പം മൂത്ത് റെഡിയായി വന്നു. വെച്ചാൽ നമ്മുടെ പുട്ടുപൊടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇട്ടിക്കാം കേട്ടോ. അതേപോലെ അതിനൊപ്പം തന്നെ നമ്മുടെ തേങ്ങ, രണ്ട് സ്പൂൺ പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്ത് നെയ്യ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നെയ്യ് വെച്ചിട്ടുണ്ട്. നമ്മളെ വറവ് പുട്ടിവിടെ റെഡിയായി. സൂപ്പറായിട്ട് നല്ല തേങ്ങയും കറിവേപ്പിലയും പഞ്ചസാരയും നെയ്യും വെളിച്ചെണ്ണയും ഉപ്പ് നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവറും ഒക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തിന്ന് അപ്പോൾ സംഭവം അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണ് ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട്
വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.